വളരെ അനുഗ്രഹീതമായ ഈ മീറ്റിങ്ങിൽ എനിക്കും കടന്നു വന്ന ദൈവവചനം പങ്കുവെക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യ നിമിഷങ്ങളായി കണക്കാക്കിയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിലേറെ അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ വിൽസൺ വർക്കി അവർകൾ, അദ്ദേഹത്തിൻ്റെ വാത്സല്യ കുടുംബം, ഒപ്പം അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് IPC 20ാമത് നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിൻ്റെ എക്സിക്യൂട്ടീവ്സ് പാസ്റ്റർ സാം വർഗീസ് അവർകൾ എൻ്റെ ദേശക്കാരനാണ്. എന്നാൽ ഈ ഒരു യാത്രയിലാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ ദൈവം ഇടയാക്കിയത്. വളരെ ശക്തമായി കർത്താവ് പ്രയോജനപ്പെടുത്തുന്നത് ഓർത്ത് കർത്താവിനും മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ഫിന്നി അബ്രഹാം ഫിന്നിച്ചാന്, പ്രിയ എബി ബ്രദർ, പ്രിയപ്പെട്ടവരാണ് പ്രത്യേകമായി ഒരു എടുത്ത് എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. IPCയുടെ ഫാമിലി കോൺഫറൻസിൻ്റെ പ്രൊമോഷണൽ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു ലാസ്റ്റ് മീറ്റിംഗ് ആണിത് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകാലുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുന്നു. കഴിഞ്ഞ 5 പ്രൊമോഷണൽ മീറ്റിങ്ങിൽ അവരോടൊപ്പം യാത്ര ചെയ്യാനും എല്ലായിടങ്ങളിലും ദൈവവചനം പങ്കുവെക്കാനും എനിക്ക് അവസരമുണ്ടായി. കർത്താവ് ആ കോൺഫറൻസിനെ വലിയ അനുഗ്രഹമാക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. എനിക്കേറെ ആത്മബന്ധമുള്ള കടപ്പാടുകളുള്ള ദൈവദാസന്മാർ, നിരവധി പ്രിയപ്പെട്ടവർ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർക്കുമ്പോൾ ഏറെ സന്തോഷമാണ്, വലിയ കടപ്പാടാണ്. പ്രത്യേകിച്ച് ഡോക്ടർ ഷാജി ദാനിയൽ അവർകൾ ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ അക്കാഡമിക് ലൈഫിൽ കർത്താവ് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. പെന്തക്കോസ്ത് യുവജന സംഘടനയ്ക്കും മറക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷിച്ച ചർച്ചിലെ മെമ്പറായിരുന്നു പ്രിയ ജോൺസ് ചാൻ, അദ്ദേഹത്തെയും ഓർക്കുന്നു. ബാക്കി പല പ്രിയപ്പെട്ടവരും ഞാനുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്നവരാണ്. അവരെല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കോൺഫറൻസിൻ്റെ ഇവിടെയുള്ള കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ അങ്കിൾ ജോർജ് തോമസ് അങ്കിൾ 18ാമത് ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പെന്തക്കോസ്ത് യുവജന സംഘടന ഒരു ഭവനം നിർമ്മിക്കുകയുണ്ടായി. അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവനാണ്. ഇവിടെ കടന്നു വന്ന് ഈ രാജ്യത്ത് അദ്ദേഹത്തെ കാണാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായിട്ടും കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവ് നമ്മ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഔപചാരികതകളായിരുന്നു. അത് നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി അത് വലിയ പ്രശ്നമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്തോത്രമൊക്കെ പറയുന്നതിനും ഒന്ന് കര ഉയർത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഇത് പ്രൊമോഷൻ മീറ്റിംഗ്, ഇതുമായിട്ടുള്ള എല്ലാ അപ്ഡേഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു വോട്ട് ഓഫ് താങ്ക്സ് പോലും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ വചനം കേൾക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാം, സ്തോത്രം പറയാം. അപ്പോൾ കര ഉയർത്തി അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണ്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിലുപരി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി നല്ല ശക്തിയോടെ ഹല്ലേലൂയ പറയാവോ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു 20ാമത് IPC ഫാമിലി കോൺഫറൻസിൻ്റെ ഹൈലൈറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ഈ തീമാണ്. ഇതാ അവിടുന്ന് വാതുക്കൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 8 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഞാനുമായിട്ട് ആത്മബന്ധമുള്ള, എന്നെ അറിയാവുന്ന, എൻ്റെ ഭവനത്തിൽ വന്നിട്ടുള്ള ചിലരെങ്കിലും ഇവിടെയുണ്ട്. ഞാൻ ഇവിടുന്ന് USA വന്ന സമയം മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ആൾ കരച്ചിലാണ്. അപ്പം ഇഞ്ഞ് വന്നാൽ മതി, അപ്പം ഇഞ്ഞ് വരണം, കരച്ചില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മോളെ, നീ ഇങ്ങനെ കരഞ്ഞാൽ നീ എത്ര ദിവസം കരയും? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ തിരിച്ചു വരുന്നതിൻ്റെ തലേന്ന് വരെ നീ കരയണ്ടേ? അപ്പം എന്നോട് പറയാണ്, ഇപ്പം കരയുന്നേ ഉള്ളൂ, വരാൻ സമയമാകുമ്പോഴത്തേന് എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, എനിക്ക് സന്തോഷമായിരിക്കും. ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ കുഞ്ഞ് ചില നാളുകൾക്ക് ശേഷം എന്നെ കാണുമ്പോൾ, ഞാൻ വാതുക്ക നിൽക്കുന്നത് കാണുമ്പോൾ, അവൾ എപ്പോഴാ വന്നേന്ന് എന്നോട് ചോദിക്കത്തില്ല. അവൾ ചിലപ്പോൾ തുള്ളിച്ചാടും. അവൾ ചിലപ്പം വിളിച്ചു പറയും എൻ്റെ അപ്പ വന്നെന്ന്. ഒരുപക്ഷെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. കാര്യം
അവിടെ മുമ്പിൽ നിൽക്കുന്നത് അവിടെ സ്വന്തം അപ്പയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത്രമാത്രം ആവേശം എൻ്റെ കുഞ്ഞ് കാണിക്കുമെങ്കിൽ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥൻ താമസമിന കടന്നു വരുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവസഭ കർത്താവ് വാതുക്കലായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ? ആ ആവേശത്തിന്റെ ഉണർവാണ് എഡ്മണ്ട് പട്ടണത്തിൽ നടക്കാൻ പോകുന്നത്. അത് സംഭവിക്കുമെന്ന് വിശ്വാസമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇനി ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന, ചരിത്രം സാക്ഷി നിൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. എന്നാൽ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അകത്ത് ആവേശം അലതലുന്നതിന്റെ കാര്യം എന്തെന്നറിയോ? ആ വരവ് ഞാൻ കാണാൻ പോകുന്നു, ഞാൻ അതിന് പങ്കുകാരനാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ഭാരതീയരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വായിക്കുമ്പോൾ തന്നെ അത്യുജ്വലമാണ്. പക്ഷേ നമുക്കാർക്കും അതിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചില്ല. പെന്തക്കോസ്തുകാരെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അസൂസ സ്ട്രീറ്റ് റിവൈവലാ. അമേരിക്കയിലാണ് അത് നടന്നതെങ്കിലും ഇതിനകത്ത് ഒറ്റൊരാൾ പോലും അതിന് ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചില്ല. എന്തിന്? ഞാനിവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്നാ? ഇസ്രായേലിന്റെ പച്ചമണ്ണിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരുമനാഥൻ കാൽവറിയിൽ മരിച്ചു. അതിന്റെ ഫലമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ടത് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവ് പുസ്തകത്താളിൽ നിന്ന് ഞാൻ വായിച്ചറിയാൻ പോകുന്ന യാഥാർത്ഥ്യമല്ല, വരമൊഴിയായോ വാമൊഴിയായോ ഞാൻ കേൾക്കാൻ പോകുന്ന യാഥാർത്ഥ്യമല്ല, ഇനി ലൈവ് ടെലികാസ്റ്റിലൂടെ ഞാൻ കാണാൻ പോകുന്ന യാഥാർത്ഥ്യമല്ല, മറിച്ച് ഇയ്യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോകുന്ന ഒരു പരമയാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലെ മനോഹരമായ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നിട്ട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവർ, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടൊരു കഥയാണ്, കേട്ടൊരു സംഭവമാണ്. കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന മൈതാനത്തിന്റെ ഏറ്റവും ബാക്കില് ഒരു കല്യാണമാവുണ്ട്. ഈ കല്യാണമാവിന്റെ പുറകില് ഒരു കിണറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് എനിക്കറിയില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ കല്യാണമാവിന്റെ ബാക്കിലായിരുന്നു ഈ കിണർ. അപ്പൊ ഈ കുമ്പനാട് കൺവെൻഷന്റെ സമയമാവുമ്പോ ഈ കൊന്നപ്പൊത്തൽ കൊണ്ട് ചുറ്റും ഒരു വേലി കെട്ടും. വേലി കെട്ടിയിട്ട് ഈ കയറ് വെച്ച് വലിച്ചു കെട്ടിയിട്ട്, പ്രധാനമായും ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. ഈ അപ്പച്ചന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓലക്കീറ് വെച്ചും ചൂട്ട് വെച്ചും ഒക്കെ ഇങ്ങനെ തീ കത്തിച്ചിട്ട് നിന്നിങ്ങനെ വീശി 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 കാണിച്ചിട്ട് അവിടെ വരുന്നവരെ എല്ലാം വഴിതിരിച്ചു വിടും. എന്നിട്ട് പറയും, ഇവിടെ കിണറുണ്ട്, കിണറുണ്ട്, അപ്പൊ നേരെ പന്തലിലോട്ട് പോകും. ഇങ്ങനെയാണ് ഈ പള്ളിയുടെ പരിപാടി. ഒരു 5-6 ദിവസം ഇങ്ങനെ ഒരു കഠിനാധ്വാനം. ഈ വരുന്നവരെല്ലാം ഇവിടെ കിണറുണ്ട്, മാറിപ്പോ 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 എന്ന് പുള്ളി വിളിച്ചു പറഞ്ഞ് ഈ ക്ഷീണം കൊണ്ട് പുള്ളി അങ്ങ് കണ്ടിപ്പോയി. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ സംഘാടകരും പ്രസംഗിക്കാൻ വന്ന ഞാനും KJ തോമസ് പാസ്റ്ററും കടന്നു വരുന്ന എല്ലാവരും കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, തള്ളപ്പെടരുതേ എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ കണ്ടിപ്പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പെന്തക്കോസ്തുകാരോട് ഉൾപ്പെടെ പറയുകയാണ്, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇന്ന് കാഹളം ധരിച്ചാലും എടുക്കപ്പെടണം. ഇനി എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളതിന് ആമേൻ പറയുന്നെങ്കിൽ ഒരു കര ഉയർത്തുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നറിയോ, ഈ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അവിടെ പ്രസംഗിക്കാൻ കടന്നു വരുന്ന ദൈവദാസന്മാരെല്ലാം പ്രഗത്ഭന്മാരാണ്. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരാണ്. പക്ഷെ അവിടെ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് സംസാരിക്കുമ്പോ ശാസ്ത്രം പറയണ്ട. അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് നാസയെ കുറിച്ച് പ്രസംഗിക്കണ്ട, ISROയെ കുറിച്ച് പറയണ്ട, മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കണം. എന്തായാലും അവിടെ അവിശ്വാസികൾ അധികം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെക്കുറെ വരുന്നതെല്ലാം പെന്തക്കോസ്തുകാരായിരിക്കും. പക്ഷേ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 പെന്തക്കോസ്തുകാരെങ്കിലും മാനസാന്തരപ്പെടാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ കോൺഫറൻസ് വിജയമായി. ദൈവത്തിന് സ്തോത്രം. ആ കരമൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ, ഇന്ന് പലയിടത്തും കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രസംഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പ്രസംഗമൊക്കെ ഉണ്ട്, പക്ഷെ പ്രസംഗിക്കുന്നത് മുഴുവനും നിത്യതയെ പോകുന്ന കാര്യങ്ങളല്ല. കർത്താവ് ഈ ഭൂമിയിൽ പ്രസംഗിച്ചപ്പോഴും
ദൈവരാജ്യം പ്രസംഗിച്ചു. പക്ഷെ അതിന്റെ കൂടെ സുവിശേഷകരെല്ലാം എഴുതി വെച്ചു, ക്രിസ്തു പ്രസംഗിച്ചത് എന്ത്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സാംബർഗീസ് പാഷാണെന്ന എന്റെ ചിന്ത. ഈ കർത്താവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കടന്നു വന്നവരെ കുറിച്ച് പ്രസംഗിച്ചല്ലേ. അപ്പം 3 ദിവസം അവർ ഇരുന്ന് കേൾക്കുക, ദൈവവചനം കേൾക്കുക. പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്ര സംഭവത്തില് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് വചനം കേൾക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു ക്ഷീണവും വന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന സമയം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതി ഞാൻ ആ സമയം നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ സാധാരണ കാണുന്ന ഒരു കാര്യം, നമ്മളൊരു നാട്ടിലെ കാര്യമാണ് പറയുന്നത്, ഒരു 1 മണി വരെയാണ് സഭായോഗമെങ്കിൽ 1 മണി കഴിയുമ്പോഴത്തേനും മുറുമുറുപ്പാവും, പിന്നെ വാച്ചൊക്കെ പൊക്കി കാണിക്കും. ഒരു കാരണവശാലും അത് കഴിഞ്ഞ് 10 മിനിറ്റ് പോലും നമ്മൾ ആരും ഇരിക്കാറില്ല. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ യേശു പ്രസംഗിച്ചപ്പോ 3 ദിവസം ക്രിസ്തു പ്രസംഗിച്ചിട്ടും ഒരെണ്ണത്തിന് ബോറടിക്കാതെ, വിശക്കാതെ, ദാഹിക്കാതെ അവിടെ ഇരുന്നതിന്റെ കാര്യം എന്നാ? അപ്പൊ യേശു പ്രസംഗിച്ച സന്ദേശം എന്തായിരിക്കും? അപ്പം സാധാരണ നാട്ടുംപുറത്തൊക്കെ ജീവിച്ചവർ ഇതിനകത്തുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കാണാൻ പോകാറില്ല. എങ്കിലും ചോദിക്കുക, ഈ നാടകങ്ങൾ നടക്കുന്ന എപ്പോഴാ? രാത്രിയില്. മിക്കവാറുള്ള സമയം എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ പോയിട്ടില്ല എങ്കിലും നമുക്കറിയാം. രാത്രി 12 മണി കഴിഞ്ഞിട്ടാ. എന്നാ ആൾക്കൂട്ടമാ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ യോഗം 12 മണിക്ക് വെച്ചാലോ വരുവോ? പക്ഷെ നിങ്ങൾക്ക് സൗകര്യം അതല്ലേ, കാര്യം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി വന്നാൽ പോരെ. പക്ഷെ വരില്ല. കാര്യം എന്നറിയോ? നമ്മളെ ചിരിപ്പിക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വരാൻ തോന്നാത്തത്. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, യേശു രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രസംഗിച്ചപ്പം ഇവരെ പിടിച്ചിരുത്തിയ ഘടകം എന്നാ? ഉത്തരം, അവരെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതല്ല, മറിച്ച് ഓരോരുത്തരുടെയും പാപത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് മാനസാന്തരം പറഞ്ഞപ്പോ ജനം അലറി കരയുമായിരുന്നു, മാനസാന്തരപ്പെടുമായിരുന്നു. പഴയ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒരു കാലത്ത് അങ്ങനെ ഒരു കാലം പെന്തക്കോസ്തിന് ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കത് കാണാൻ ഭാഗ്യം കിട്ടിയില്ല. കാര്യം എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പത്തനാപുരത്തുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ പത്തനാപുരം ശാലം ചർച്ചിൽ ലൈവ് ഉണ്ടെങ്കിൽ ഞാനങ്ങ് പറയാം. ശാലം ചർച്ചിൽ ഒരു 30 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവം ആവേശത്തോടെ ആൾക്കാർ പറയാറുണ്ട്. എന്നാന്നറിയോ? 30 വർഷത്തിന് മുമ്പ് ഈ മൂക്കിപ്പൊടി വലിച്ചിട്ട് ആ ചർച്ചിലെ ഒരു പ്രധാനപ്പെട്ട ആള് പുറകെ വന്നിരുന്നപ്പോ 19 വയസ്സുള്ള പെങ്കൊച്ച് ചാടി എഴുന്നേറ്റിട്ട് വിരൽ ചൂണ്ടിയിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പാപം ചെയ്ത് അകത്ത് വന്നു, സ്വർഗം നിന്നെ കീറും. അങ്ങനെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ പാപത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോ എന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനം പൊട്ടിക്കരഞ്ഞ അനുതാപത്തോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധി വന്ന വിവിധ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവര് പ്രായമുള്ളവരുടെ എങ്ങനെ കൂട്ടത്തിലുണ്ടെന്ന എന്റെ വിശ്വാസം. പക്ഷെ എന്റെ കാലത്ത് അങ്ങനല്ല. ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളത്, പ്രവാചകന്മാർ വരുമ്പോഴേ ചെന്നിരിക്കും. കാനഡ പോകുന്ന കാര്യവും UK പോകുന്ന കാര്യവും അമേരിക്ക പോകുന്ന കാര്യവും കേൾക്കാനാ പോയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രോസ്പിരിറ്റി കേട്ട് 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 മനുഷ്യന്റെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കാനഡയിൽ നടക്കുന്ന കോൺഫറൻസിൽ മനുഷ്യനെ ഇളക്കി മറിക്കുന്ന പ്രോസ്പെരിറ്റിയുടെ സന്ദേശം വേണ്ട, മറിച്ച് മനുഷ്യനെ നിത്യതയിലേക്ക് ഒരുക്കുന്ന യഥാർത്ഥ മാനസാന്തരത്തിന്റെ സന്ദേശം അവിടെ പ്രസംഗിക്കപ്പെടണമെന്ന് എന്നോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരമൊക്കെ ഒന്ന് അടിച്ച് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെന്നേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അതവിടെ സംഭവിക്കണം എന്ന് ഞാൻ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. ഇനി കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണം. അപ്പൊ അവിടെ ചെല്ലുമ്പോ എനിക്കൊണ്ടാണ് പങ്ക്, ഞാനതാ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഈ കർത്താവിന്റെ 2ാം വരവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും സുപ്രസിദ്ധമായൊരു വാക്യം നമ്മൾ എല്ലാവരും പറയാറുള്ളത് 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യം ഏതാ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. അപ്പൊ ആ വാക്യം സംസാരിക്കാനുള്ള ദീർഘമായ സമയം എന്റെ മുമ്പിലില്ല. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. അപ്പം കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. അതിന് 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 4-ന്റെ 17-ാം വാക്യത്തിൽ പറയാണ്, നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന്. കർത്താവിനോട് കൂടെ ഇരിക്കും. ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ വിൽസൺ ബാർക്കി പാഷ കൂടെയും പാഷ സാംബർഗീസിന്റെ കൂടെയൊക്കെ വേദിയിലിരിക്കാൻ, ഇവിടെയുള്ള സദസ്സിലിരിക്കുന്ന ദൈവദാസന്മാര് ഒരുപക്ഷെ അവിടെ പ്രസംഗം കേൾക്കാനും ഈ ശുശ്രൂഷയിൽ ഭാഗമാകാനും ഒക്കെ സൗകര്യാർത്ഥം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ വേദിയിൽ കയറി ഇവരുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അതിനുള്ള യോഗ്യത എനിക്കില്ല.
എനിക്ക് അതിനുള്ള കുടുംബ മഹിമയില്ല, അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല, അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. പക്ഷേ കയറിയിരുന്നപ്പോൾ ഒരു സന്തോഷം. കാര്യം എന്നെക്കാളും പ്രഗത്ഭന്മാരായ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ വലിയ ആൾക്കാരുടെ അടുക്കൽ നമുക്ക് സത്യം പറഞ്ഞാൽ കയറി ചെല്ലാൻ പോലും പറ്റത്തില്ലല്ലോ. ഡൊണാൾഡ് ട്രംപിന് നിങ്ങൾ വോട്ട് കൊടുത്തിയായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ പുള്ളി കയറ്റി ഇരുത്തുവോ? ഇല്ല. അദ്ദേഹം ആരാ? ഒരു വലിയ മനുഷ്യനാ. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാചകം ഞാൻ പറയട്ടെ. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഒരു സ്വോത്രം പറയുന്നതിന് തടസ്സമില്ല. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലിരുത്തേണ്ടതിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലയിടത്തും നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ലായിരിക്കാം, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നീ ഒറ്റപ്പെടില്ല. രാജാതി രാജാവായ കർത്താതി കർത്താവായ എൻ്റെ നാഥന്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? ആ കരം ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പം 4:17 വാക്യം. ഇനി വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യത്തിൽ പറയുകയാണ്, അവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്നേഹത്തിന്റെ ആഴം ഒന്ന് പറയാൻ വേണ്ടിയാ. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കൊച്ചുനാളിൽ അമ്മ കണ്ണീര് തുടച്ചിട്ടുണ്ടാകാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞാലും നമ്മുടെ കണ്ണീര് ആരായിട്ട് തുടയ്ക്കുവോ? ഭാര്യ പോലും തുടക്കില്ലല്ലോ. ഒരു വിഷമോ ഒരു വേദനയൊക്കെ വരുമ്പോൾ സ്വന്തം കൈയെടുത്ത് തുടയ്ക്കുമെന്നുള്ളതല്ലാതെ നമുക്ക് ആരായിപ്പോൾ ഉള്ളേ? എന്നാൽ ഞാൻ തിരിച്ചൊരു അനുഭവം നിങ്ങളോട് ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ കൈവച്ച് കണ്ണീര് തുടച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരു കരച്ചിൽ വന്നാലും വിഷമം വന്നാലും ആദ്യം പൊങ്ങുന്നത് സ്വന്തം കൈയാ, അല്ലേ? സ്വന്തം കൈയെടുത്താണ് കണ്ണീര് തുടയ്ക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് കണ്ണീര് തുടയ്ക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു വേദന നമ്മൾ ഉൾക്കൊള്ളുന്നതിന് മുമ്പ് കർത്താവിന്റെ കൈ വന്നെന്നല്ലേ അതിനർത്ഥം. നീ കർത്താവിന്റെ വരവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ആരും കാണാതെ കരഞ്ഞ സമയങ്ങളിലും ഒരാൾ പോലും അടുത്ത് വന്ന് സ്വാന്തനിപ്പിക്കാൻ ഇല്ലാതിരുന്നപ്പോഴും രാജാതി രാജാവ് കണ്ണീര് തുടച്ചിട്ടുണ്ടെന്ന് ജീവിതത്തിൽ ഒരനുഭവമെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? അപ്പൊ എന്നാ സന്തോഷമായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലുണ്ടല്ലോ, അദൃശ്യകരങ്ങളാലല്ല, ആടിപ്പഴുതേറ്റ കരത്താൽ എൻ്റെ കണ്ണീര് തുടയ്ക്കുമെന്ന് കേൾക്കുമ്പോ എത്ര സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പം കൂടിരുത്തും നമ്മുടെ കണ്ണീര് തുടയ്ക്കും. ഇനി 22 അധ്യായത്തിന്റെ 4 വാക്യം, വെളിപ്പാട് പുസ്തകം 22:4 പറയാണ്, കണ്ണീര് തുടയ്ക്ക മാത്രമല്ല അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഞാൻ ഏതോ ഒരു കോൺഫറൻസിന്റെ ഫാമിലി പ്രൊമോഷൻ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാനിങ്ങനെ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു. എന്നറിയോ, ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചുള്ളവർക്കറിയാം. നമ്മുടെ നാട്ടിലെ കാര്യം ഞാൻ പറയുന്നത്, ഇവിടുത്തെ കാര്യം എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് നാട്ടിലെ ഉദാഹരണം പറയുന്നത്. ഇൻഗിലാബ് സിന്ദാബ് വിളിക്കും. ഈ ജാഥക്കൊക്കെ പോകുമ്പോൾ അവിടെ വലിയ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇൻഗിലാബ് സിന്ദാബ് ഇങ്ങനെയൊക്കെ വിളിക്കും. പിന്നെ കീജയൊക്കെ വിളിക്കും അവരുടെ നേതാവിനെ. പക്ഷേ ഇങ്ങനെ തറയിൽ ഇരുന്ന് വിളിക്കുന്നവരുണ്ട്, വാഹനത്തിൽ ഇരുന്ന് വിളിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചെറു ജാഥയായിട്ട് പോകുമ്പോഴത്തേന് ഇങ്ങനെ വിളിക്കുന്നവരുണ്ട്, ഉറങ്ങി വിളിക്കുന്നവരുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്, കാരണം ഞാനും പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നറിയോ, നമ്മുടെ നേതാവ് വരുമ്പോൾ, അതിന് പിണറായി വിജയൻ സാറാണെങ്കിലും കോൺഗ്രസിന്റെ നേതാവാണെങ്കിലും ഉമ്മൻചാണ്ടി സാറാണെങ്കിലും, ഈ നേതാവ് കാറിന്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് വന്ന് ഇവരുടെ മുഖം കണ്ടു കഴിയുമ്പോൾ അതുവരെ വിളിച്ച വിളിയല്ല, അതുവരെ ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും ഇരുന്നും ഒക്കെ വിളിച്ചോണ്ടിരുന്നവര് ചാടി എഴുന്നേറ്റിട്ട് മുഷ്ടി ചുരുട്ടി വിളിക്കും സിന്ദാബാന്ന്. കാര്യം എന്നറിയോ, നേരത്തെ വിളിച്ച വിളി കാണാതെ വിളിച്ചതാ. പക്ഷേ ഇപ്പൊ വിളിച്ച വിളി കാണാതെ വിളിച്ചതല്ല, അവരുടെ നേതാവിനെ കണ്ണുകൊണ്ട് കണ്ടപ്പോ വിളിച്ച വിളിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ഇങ്ങനൊരു അന്തരീക്ഷമാണ്. എങ്കിലും ദൈവസന്നിധി കടന്നു വരുമ്പോൾ സഭായോഗം ആണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷം ഇല്ലേ? നിങ്ങൾക്ക് ശബ്ദം കേട്ടിട്ട് ഒരു സന്തോഷം ഇല്ല, വന്നിരിക്കുന്നതേ ഉള്ളെന്ന് തോന്നും. സന്തോഷം ഇല്ലേ? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ? പക്ഷെ ഇതുവരെയെങ്കിലും കർത്താവിനെ മുമ്പിൽ നിർത്തിയിട്ട് കർത്താവിനെ കണ്ടോണ്ട് ആരാധിച്ച ആരെങ്കിലും ഉണ്ടോ? കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിട്ട് കണ്ണാലെ കണ്ട് ആരാധിച്ച ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തായാലും ഇതുവരെ എൻ്റെ കണ്ണാലെ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല.
സ്തോത്രം. ഇനി വല്ല സമുദായ പാരമ്പര്യത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു രൂപമെങ്കിലും സ്റ്റേജ് വെച്ചിട്ടുണ്ട് അല്ലേ, അതെങ്കിലും കണ്ട് കൈയടിക്കാം. പക്ഷെ ഇവിടെ ഒരു രൂപവും വെച്ചിട്ടില്ല അല്ലേ, ഒരു രൂപം വെച്ചിട്ടില്ല. ഇവിടെ അനേക ദൈവസാന്നിധ്യം ഇറങ്ങിയൊരു ഹോളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഒരു രൂപവും വെച്ചിട്ടില്ലെങ്കിലും യോഗത്തിനൊക്കെ തീ കത്തിയ ഒരു സ്ഥലമല്ലേ ഇത്? ആണോ? രൂപം കണ്ടിട്ടാണോ? അല്ല, അദൃശ്യ കണ്ണാല് കർത്താവിനെ കണ്ടപ്പോ അനുഭവിച്ച സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, അദൃശ്യ കണ്ണാൽ യേശുവിനെ കണ്ടിട്ട് ആരാധിച്ചപ്പോ അത്രമാത്രം സന്തോഷം ഉണ്ടായെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ അരുമനാഥനെ കണ്ട് കൈയടിക്കുമ്പോ സ്തോത്രം പറയുമ്പോ എന്നെ ആവേശമായിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് വചനം കേൾക്കുന്നതെങ്കിൽ ആ കരമടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട് ഈ പ്രൊമോഷണൽ മീറ്റിംഗിലും ആ ദൈവസാന്നിധ്യം ഇതിനകത്തുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ആവേശത്തോടെ പറയാൻ പറ്റത്തുള്ളൂ. മലാക്കി പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയാം, നിങ്ങളോ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാക്കളെ പോലെ എന്ത് ചെയ്യുന്ന തുള്ളിച്ചാടും. അതിന്റെ കാര്യം എന്താണെന്നറിയോ? പോകുന്നത് അങ്ങനെ ഒരു രാജ്യത്തിലേക്കാ. ഇപ്പൊ ഇവിടെ എബി ബ്രദർ ഞാനിവിടെ വന്നതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു. ഇപ്പം ഡോക്ടർ ഷാജി ദാനിയേൽ അവർക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ അവര് എനിക്ക് ഈ വിസയുടെ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും എൻ്റെ ഏജന്റ് വരെ പറഞ്ഞു കിട്ടത്തൊന്നുമില്ല. കാര്യം ഒന്ന്, ഇത് പ്രൊമോഷണൽ മീറ്റിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കിയിട്ട് എനിക്ക് 2-3 റിജക്ഷനൊക്കെ ഉണ്ട് ഇവിടെ USA അല്ല UK-ൽ. അപ്പോൾ ഈ റിജക്ഷനൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു കിട്ടത്തൊന്നുമില്ല. പക്ഷേ ഞാൻ UK പോകാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചിരുന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അടിച്ചെന്നേ പോവും. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇപ്പം പോവും. അങ്ങനെ പ്രിയ ഡോക്ടർ ഷാജി ദാനിയേൽ ശുശ്രൂഷിക്കുന്ന ഡൽഹിയിൽ ഉള്ള ഒരു മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ഞാൻ UK പോകല്ലേ. പക്ഷേ വെളുപ്പാങ്കാലത്ത് ഒരു ദിവസം തുറന്നപ്പോൾ ഇമെയിൽ വന്നിരിക്കുകയാണ്, നിന്റെ വിസ റിജക്റ്റ് ചെയ്തു. എല്ലാവരും എന്നോട് പറഞ്ഞ് കിട്ടുമെന്ന്. പക്ഷേ ഇപ്പോൾ USA ഞാൻ കൂടുതൽ പ്രൊമോഷൻ മീറ്റിംഗ് കിട്ടത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് ചെന്നപ്പം ഒരു വെളുത്ത മദാമ എന്നെ നോക്കി പറഞ്ഞ് നിന്റെ വിസ കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ തുള്ളിച്ചാടാൻ തോന്നി. പക്ഷെ തുള്ളിച്ചാടിയ പിന്നെ റിജക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് ചാടിയില്ല. പുറത്ത് വന്നപ്പോൾ ഒരു സന്തോഷം. എന്നാണെന്നറിയാം, അമേരിക്ക പോകുന്നതിൻ്റെ സന്തോഷമാണ്. അപ്പം ഈ പറഞ്ഞ ആളാ അധികാരമുള്ള ആളാ, അതുകൊണ്ടാണ് കിട്ടിയെന്ന് ഉറപ്പല്ല. പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ USA പോകുന്ന കാര്യം കേട്ടപ്പോൾ ഇത്രമാത്രം സന്തോഷം ഉണ്ടായെങ്കിലേ, സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് കൺഫേം ആയാൽ നമ്മുടെ അകത്ത് എന്നാ സന്തോഷമായിരിക്കും. അപ്പൊ തുള്ളിച്ചാടാതിരിക്കുമോ? അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഈ കുമ്പനാടും മുളക്കുഴയും ഒക്കെ ദൈവജനം കടന്നു വന്ന് കഴിഞ്ഞ നാളുകളിൽ ആത്മാവിന്റെ ഉണർവില് നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും തുള്ളിച്ചാടിയത് ഭൗതിക നന്മ കിട്ടുന്ന സന്ദേശം കേട്ടിട്ടല്ല, മറിച്ച് കണ്ണീര് മാറ്റാൻ, വേദന മാറ്റാൻ, മുറവിളി മാറ്റാൻ, മരണം മാറ്റാൻ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തുള്ളിച്ചാടി ദൈവം ആരാധിച്ചെങ്കിൽ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടൊരു കാര്യം പറയാം. അവിടെ KJ തോമസ് പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാലും, PT തോമസ് പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാലും, ഓരോ മീറ്റിങ്ങുകളിലും ജനം ആത്മാവിൽ തുള്ളിച്ചാടും. അത് നന്മ കിട്ടുമെന്ന് കേട്ടിട്ടല്ല, മറിച്ച് കർത്താവ് വരും എന്ന് കേൾക്കുന്ന പ്രത്യാശ കൊണ്ട് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? മരിച്ചാലും റോളുണ്ട്, ജീവിച്ചാലും റോളുണ്ട്. മരിക്കുന്നവർ എന്ത് ചെയ്യും? ഉയർക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1 ഉയർപ്പ്, 2 രൂപാന്തരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ചിന്ത മരണം, എന്ന് മരിക്കും. നിങ്ങൾ ഇനി സന്തോഷത്തോടിരുന്നാലും ദുഃഖത്തോടിരുന്നാലും ഒരു കാര്യം അങ്ങ് പറയാം, നിങ്ങളെല്ലാം ചാവും, ഞാനും മരിക്കും. മരണം ഉറപ്പാണ്. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന പോലെ പണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഫ്യൂണൽ ശുശ്രൂഷ കാണുമ്പം ഭയങ്കര സംഭവമാണ്, ഇങ്ങനൊക്കെ ഒരു ഫ്യൂണൽ കിട്ടണം. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഫിന്നി ബ്രദർ പറഞ്ഞു, മരിക്കുന്നെങ്കിൽ അമേരിക്ക കിടന്ന് മരിക്കണം, ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഗെറ്റപ്പാണ് ഈ മരണവും പരിപാടിയൊക്കെ. പക്ഷേ എന്നാൽ ഈ നാട്ടിലാണെങ്കിൽ നാട്ടിൽ ചിന്തിച്ചാൽ സംഭവിക്കുന്നത്, ഇപ്പം നിങ്ങളെല്ലാം എൻ്റെ പ്രസംഗം കേൾക്കുന്നത്, ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് നിങ്ങളവിടെ വരുമോ? വരത്തില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ജോൺസൺ ചാൻ ചിലപ്പം വിചാരിക്കുക, എന്നാൽ പാസ്റ്റർ വീട്ടിൽ വന്ന് 10 ദിവസം താമസിച്ച, അതുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞ് ചിലപ്പം പോവായിരിക്കും. ബാക്കി ഒരുമാതിരിപ്പെട്ടവരാരും വരത്തില്ല. പിന്നെ വരും അവിടെ വന്ന് അനുശോചനം പറഞ്ഞിട്ട് വീട്ടിൽ പോകും. ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ ഭയങ്കര സന്തത സഹചാരികളായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും, ഞാൻ പാസ്റ്ററായിട്ടിരുന്ന ആളാണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് പറയും, പാസ്റ്ററെ 10 മിനിറ്റേ ഉള്ള സമയം, അതിനുള്ളിൽ സമയം തരണം. അപ്പം ഞാൻ ചിന്തിച്ചു, എന്നാ ബന്ധമായിരുന്നു 10 മിനിറ്റ് പോലും ആ ബോഡി കിടക്കുമ്പോൾ അവിടെ ഇരിക്കാനുള്ള മനസ്സിൽ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മരണമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല. അത് കഴിയുമ്പോൾ ഇവിടുത്തെ അങ്ങനെ ഇല്ല. അവിടെ നാട്ടിലെ പൊതി കൊടുക്കുന്ന പരിപാടിയുണ്ട്, മക്കൾ വരെ കഴിച്ചിട്ട് പോകും, അത്രയൊക്കെ ഉള്ളൂ. ഈ മരണവും ഫ്യൂണലും ഒന്നും വലിയ സംഭവമുള്ള കാര്യമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉയർപ്പ് വിഷയമാണ്. എങ്ങനോ മരിക്കട്ടെ, കൂട്ടിയിട്ട് കത്തിക്കട്ടെ, കടലിൽ മുങ്ങിച്ചാവട്ടെ, സാരമില്ലെന്നേ. പക്ഷെ കർത്താവ് വരുമ്പോൾ
ഉയർത്തില്ലെങ്കിൽ കാര്യം പോക്ക. ദൈവത്തിന് സ്തോത്രം. ഈ സർ ഐസക് ന്യൂട്ടൺ, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ തിരുത്തണം. സർ ഐസക് ന്യൂട്ടൺ ഞാൻ കേട്ടതാണ് കേട്ടോ, കേട്ടതോ വായിച്ചതോ ആണ്. അദ്ദേഹം ബൈബിൾ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് എങ്ങനെയാണ് ബൈബിൾ വിശ്വസിക്കാൻ പറ്റുക? അപ്പൊ ചോദിച്ചു, എന്നാ കാര്യം? അപ്പൊ പറഞ്ഞു, മരിച്ചവർ ഉയർക്കും എന്ന് പറയുന്നത്. പല ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം, മരിച്ചവർ ഉയർക്കും എന്ന് പറയുന്നില്ലേ? ആര് മരിച്ചെന്ന് പറഞ്ഞു? തിരുമേനിയായാലും അയ്മേനിയായാലും, അദ്ദേഹം പറഞ്ഞ കാര്യമില്ല, ഞാൻ അങ്ങ് ആഡ് ചെയ്യാം. തിരുമേനിയായാലും അയ്മേനിയായാലും മരിച്ച് 3-ാം ദിവസം ആകുമ്പോഴത്തേന് ശരീരമൊക്കെ അഴുകും. പിന്നെ പതിയെ ഇത് മണ്ണോട് ചേരും, എല്ലൊക്കെ പൊടിയും. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന വിശുദ്ധന്മാരൊക്കെ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് അംഗീകരിക്കാൻ പറ്റുക? ഐസക് ന്യൂട്ടൺ ഉത്തരവൊന്നും പറഞ്ഞില്ല. അദ്ദേഹം നേരെ പരീക്ഷണശാലയ്ക്കകത്തോട്ട് കയറിയിട്ട് കുറെ ഇരുമ്പ് തരികൾ എടുത്തോണ്ട് വന്നിട്ട് അതേ കളറുള്ള മണ്ണിനകത്തോട്ടൊക്കെ മിക്സ് ചെയ്തു. ചോദിച്ചു, ഇത് സെപ്പറേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ കയ്യിരുന്നല്ലേ, നിങ്ങളിത് മിക്സ് ചെയ്തു, ഇപ്പൊ ഇതെല്ലാം ഒന്നായി, ഇനി ഇതെങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക? ഐസക് ന്യൂട്ടൺ അകത്തോട്ട് പോയിട്ട് ശക്തിയേറിയൊരു മാഗ്നറ്റ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നിട്ട് ഒറ്റ പിടി പിടിച്ചു. നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ മണ്ണിനകത്തുനിന്ന് ഇരുമ്പ് തരികളെല്ലാം പറന്നു വന്ന് ഇതിനകത്ത് പറ്റി പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒന്നായി ചേർന്നെങ്കിലും ഈ ഇരുമ്പ് തരിയുമായി ബന്ധമുള്ളത് മേളി വന്നപ്പോ ഇത് പറന്നു കയറി പിടിച്ചെങ്കിൽ യേശുവുമായി ബന്ധമുള്ളവനെ എവിടെ കൊണ്ടടക്കിയാലും മണ്ണോട് ചേർന്നെന്ന് പറഞ്ഞാലും കർത്താവ് വരുമ്പോൾ എഴുന്നേറ്റ് വരാതിരിക്കുവോ? അപ്പൊ അതുകൊണ്ട് ഉയർപ്പെന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്നാൽ ദൈവമക്കളെ, യേശു അകത്തില്ലാത്തവൻ ഉയർക്കത്തുമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിൽസൺ വർഗീസ് പാസ്റ്റർ ആണേലും ഞാനാണേലും ഇവിടെ ഇരിക്കുന്ന ഏത് വലിയ ദൈവദാസന്മാരാണേലും നമ്മുടെ സഭയുടെ മെമ്പർ ആണെങ്കിൽ അടക്കാൻ നേരം ഞങ്ങൾ മണ്ണിട്ടിട്ട് പറയും, അച്ഛൻ എഴുന്നേറ്റ് വരുമെന്ന്. അത് പിന്നെ ഞങ്ങളുടെ ഒരു ഗതികേട് കൊണ്ടൊക്കെ മിക്കവാറൊക്കെ പറയുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് ലൈവ് ആയതുകൊണ്ട് ചർച്ച പറയുന്നില്ല, പക്ഷെ നമ്മുടെ ചർച്ചയുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തൊരു ഇടത്ത് ഒരു പുള്ളി ഇങ്ങനെ മരിച്ച്, പുള്ളി അല്പം വീശുന്ന സ്വഭാവക്കാരനും കൂടെ. ആ പുള്ളിയെയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സെക്രട്ടറി മണ്ണിട്ട് കൊടുത്തു, കൈയെടുത്ത് കൊടുത്തു, മണ്ണെടുത്ത് ഒറ്റ പിടി പിടിച്ചിട്ട് പറഞ്ഞു, പൊടിയച്ചാൻ വരുമെന്ന്. പൊടിയച്ചാനല്ല, പേര് മാറ്റിയെന്നേ ഉള്ളൂ. പൊടിയച്ചാൻ എഴുന്നേറ്റ് വരും എന്നും പറഞ്ഞ് മണ്ണ് ഇട്ടു. കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൽ തന്നെ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, എൻ്റെ പാസ്റ്റർ എന്തോ ധൈര്യത്തിലായി പറഞ്ഞേ. അപ്പം പാസ്റ്റർ പറഞ്ഞു, അവിടെ വാരിക്കും അറിയാൻ എഴുന്നേക്കത്തില്ലെന്ന്. പിന്നെ ഒരു സന്തോഷത്തിന് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവദാസന്മാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ മെമ്പറാണെങ്കിൽ ഇതൊക്കെ പറയും, പക്ഷെ അതിൽ വിശ്വസിക്കണ്ട. ടിക്കറ്റ് ക്ലിയറാണ്, രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, ഇനി എങ്ങനെ മരിച്ചാലും കർത്താവ് വരുമ്പം ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കും. ആ പ്രത്യാശയാകത്തുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ മരണമെന്ന് പറയുന്നത് നമുക്കൊരു വിഷയമല്ല. മറ്റുള്ളവർക്ക് പ്രത്യാശയില്ല, നമുക്ക് പ്രത്യാശയുണ്ട്. ഇനി മരിച്ചവർ അങ്ങനെ, ഇനി ജീവിച്ചിരിക്കുന്നവരോ ഉത്തരം രൂപാന്തരപ്പെടും. അതുകൊണ്ട് പറയുന്നത് നിർത്താൻ പോവാ. രൂപാന്തരപ്പെടും എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ തേജസ്കരണം വരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പലരുടെയും മുടിയൊക്കെ പോയി. ഞങ്ങളൊന്നും ഇത്രയും പോലെ നിൽക്കത്തില്ല. മുടിയുള്ളവരുടെയും ഏറെക്കുറെയൊക്കെ നരച്ചു കഴിഞ്ഞു. എൻ്റെ തലമുടി നരച്ചു തുടങ്ങി. ഒരു 10 വർഷത്തിനുള്ളിൽ ഞാനും ഈ പരുവൊക്കെ ആവും. ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞു പ്രായമുള്ളവരുടെ. ഇപ്പം ഞാൻ ഈ ന്യൂജൻകാർ പറയുന്ന പോലെ നര മാറുമെന്നൊന്നും പറയില്ല. പിന്നെ ശരീരത്തിലെ ചുക്കിച്ചുളി, അതൊക്കെ ശരീരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് വരുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. അപ്പോൾ ഈ ശരീരമല്ല, മറിച്ച് ആ ശരീരത്തെ പോലെ സൗന്ദര്യമുള്ളൊരു ശരീരം ലോകത്തിലെ ഒരാളിലും നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒരുമിച്ച് ഒരു പാട്ട് പാടി സന്തോഷത്തോടെ കടന്നു പോകാൻ ആഗ്രഹിക്കുക. ഈ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയെ നിങ്ങൾ പഴയ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നല്ല കറുകറുത്ത നിറമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മീറ്റിങ്ങിൽ കടന്നു വന്ന് മുമ്പിലിരിക്കുമ്പോൾ അന്ന് പ്രസംഗിച്ചൊരു ദൈവദാസൻ ഇദ്ദേഹത്തിൻ്റെ കളർ നോക്കിയിട്ട് ശരിക്കും കളിയാക്കി സംസാരിച്ചു. ഇന്നത്തെ കാലമാണെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കും, ഇയാൾ എന്തോ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അന്നത്തെ കാലമല്ലേ, ഒന്നും ചോദിച്ചില്ല. പ്രസംഗം എല്ലാം കഴിഞ്ഞു. ഇദ്ദേഹം ഉണ്ടല്ലോ, എല്ലാവരും പോകുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ പോയി. എന്നിട്ട് നേരെ റൂമിനകത്ത് കയറിയിട്ട് മുട്ടുമ്മേലിരുന്നിട്ട് അദ്ദേഹം കരഞ്ഞു, കർത്താവേ, ഈ നിറം കർത്താവ് തന്നതാ, പക്ഷെ അത്രയും മരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടാൻ ഞാൻ എന്ത് തെറ്റാ കർത്താവ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ആൾക്കാർ പറയുന്ന പോലെ ടച്ച്, നിന്റെ കറുത്ത നിറം മാറട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ കറുത്ത നിറം നിനക്ക് പറ്റിയ കളറാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു ദൂത് അകത്തേക്ക് കയറ്റി കൊടുത്തു. എന്നറിയോ? നീതി സൂര്യൻ വരുമ്പോ തൻ പ്രഭയിൻ കാന്തിയാൽ നിന്റെ ഇരുൾ നിറം മാറും. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയാൽ എഴുതപ്പെട്ട പാട്ടാണ് നമ്മൾ പാട് ദൈവത്തെ ആരാധിക്കുന്നത്.
ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1-2 പേര് ഇതിനിടയിലും കൈപൊക്കി. അപ്പോൾ ആ സന്തോഷം കണ്ടല്ലേ കൈപൊക്കിയത്. അപ്പോൾ ആ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ മനുഷ്യൻ അനുഭവിച്ച സന്തോഷം എത്ര വലുതായിരിക്കും. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വാചകം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടാൻ പോവാണ്. കർത്താവിൻ്റെ വരവ് എന്ന പ്രമേയത്തെക്കാൾ വലുതായി നമ്മളെ ഇളക്കാൻ മറ്റൊരു സന്ദേശം ഉലകത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഞാനിത് പ്രസംഗിച്ചു, ഇനി കോൺഫറൻസിന് പ്രസംഗിക്കുന്നു. നമ്മുടെ സഭകൾ ഇത് പ്രസംഗിക്കട്ടെ. യേശു വരാൻ കാലമായി, നാം പറന്നു പോകാൻ കാലമായി. പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പ്രത്യാശയുടെ ഗാനം ഒരുമിച്ച് പാടി സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കണ്ണീര് മാറാറായി. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുകയും എനിക്ക് അവസരമൊരുക്കുകയും ചെയ്ത ദൈവദാസന്മാർക്ക്, പ്രത്യേകിച്ച് ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കോൺഫറൻസ് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ, കടന്നു പോകുന്നത് കൊടിയ പീഡനങ്ങളുടെ നടുവിൽ അടുത്ത ആഴ്ച ജീവനോടെ കാണുമോ എന്നറിയാതിരുന്നൊരു കാലം. ആ സമയത്ത് വിശുദ്ധന്മാർ ഒരുമിച്ച് വരുമ്പോൾ കരം കൊടുത്തിട്ട് പറയുമായിരുന്നു, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ഒരുപക്ഷെ അടുത്ത ആഴ്ച നീ കാണില്ല, ഞാൻ കാണില്ല, എങ്കിലും നമുക്ക് അവിടെ കാണാം. ആ പ്രത്യാശയോട് ഒരുങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, മാറാനാഥ, യേശു വരാൻ കാലമായി. മാറാനാഥ, കർത്താവ് വരുന്നു, നാം പറന്നു പോകാൻ സമയമായി. ഈ പ്രത്യാശയുടെ ഗാനം ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാം. കർത്താവ് നമ്മെ സഹായിക്കണം.